നമസ്കാരം. റിപ്പോർട്ടർ വാർത്താ സംഘം ഇന്ന് പുറത്തുകൊണ്ടുവന്ന വാർത്തയുടെ കാണാപ്പുറങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആലപ്പുഴയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ജനിച്ച നവജാത ശിശുവിന് അസാധാരണ ജനിതക വൈകല്യം വന്നത് എങ്ങനെയാണ്? ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ വൈകല്യം മറച്ചുവെച്ചുവെന്ന ആ കുഞ്ഞിന്റെ മാതാവിന്റെയും പിതാവിന്റെയും പരാതിയിൽ കഴമ്പുണ്ട്. കേരളത്തിലെ മറ്റ് ആശുപത്രികളിലെ അവസ്ഥ എന്താണ്? സർക്കാർ ആശുപത്രികളിൽ സ്കാനിംഗ് സൗകര്യങ്ങൾ പര്യാപ്തമോ? എന്തുകൊണ്ട് സ്വകാര്യ ലാബുകളെ കൂടുതലായി ആശ്രയിക്കുന്നു? റിപ്പോർട്ടർ ഒരു ലൈവത്തോൺ സംഘടിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ വാർത്ത ഇതാണ്: ആരുടെ അനാസ്ഥ? ആദ്യം ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ ജനിതക വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്നും ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ കുഞ്ഞാണ് അസാധാരണ ജനിതക വൈകല്യത്തോടെ ജനിച്ചത്. കുടുംബത്തിന്റെ പരാതി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധിക്കും. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. എന്നാൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് ആശുപത്രിയും സ്കാനിംഗ് നടത്തിയ ലാബും. 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 10 മാസത്തെ കാത്തിരിപ്പാണ് ഒരു കുഞ്ഞ്. ലജ്നത്ത് വാർഡ് സ്വദേശി അനീഷിനും സുറുമിക്കും ആ കാത്തിരിപ്പിന്റെ ഫലം കണ്ണീരാണ്. അസാധാരണ വൈകല്യത്തോടെയാണ് സുറുമിക്ക് കുഞ്ഞ് ജനിച്ചത്. കുഞ്ഞിന്റെ കണ്ണും ചെവിയും യഥാസ്ഥാനത്തല്ല. വായ തുറക്കില്ല. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവ്. ജനനേന്ദ്രിയത്തിന് പോലും കാര്യമായ വൈകല്യം. ട്രീറ്റ്മെന്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. മുലപ്പാൽ കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടിക്ക് സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ. കുഞ്ഞ് 2400 2800 വെയിറ്റ് ഉണ്ടായിരുന്ന കുട്ടിയാണ്. കുട്ടിയുടെ ഓരോ ദിവസം കഴിയുന്തോറും കുട്ടിയുടെ ആരോഗ്യനില താഴുകയാണ്. പക്ഷേ ഇത് നമ്മൾ പമ്പ് ചെയ്തിട്ട് എടുത്ത് മൂക്കിലൂടെയും ട്യൂബ് ഇട്ടിരിക്കുന്ന ആ ട്യൂബിലൂടെ ഫീഡ് ചെയ്യുവാണ്. ഈ സ്കാനിങ് വെച്ചിരിക്കുന്നത് എന്തിനാണ് സാർ? ഗർഭകാലത്ത് 7 തവണയാണ് സുറുമി സ്വകാര്യ ലാബുകളിൽ സ്കാനിംഗ് നടത്തിയത്. പക്ഷേ വൈകല്യം സംബന്ധിച്ച സൂചന പോലും ഡോക്ടർമാർ പറഞ്ഞില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന്റെ വെയിറ്റ് ഒക്കെ കറക്റ്റാണ് എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് നിമിഷവും ഞാൻ ചോദിച്ചിട്ടും ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞു. ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലാതെ അതിനെ കൊണ്ടൊന്നും കണ്ണു പോലും തുറക്കാത്ത കൊച്ചാ. വണ്ടാനത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ചെന്നുടനെ അവർ പറഞ്ഞല്ലോ കുഞ്ഞിന് അനോമലീസ് ഉണ്ടാവാമെന്ന്. അതെന്തുകൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞില്ല? അതേസമയം പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് പരിശോധിച്ച ഡോക്ടർമാരായ പുഷ്പയും ഷെർലിയും പറയുന്നത്. അനോമലീസ് ഞങ്ങൾക്ക് സ്കാനിങ് റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അനോമലി ഇല്ലാത്ത കുട്ടികളും ഫ്ലൂയിഡ് കൂടുതലായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ 5ാം മാസം മുതൽ ആദ്യം 8 ആഴ്ച മുതൽ തന്നെ കാണിക്കുന്ന കുട്ടിയാണ്. 8 ആഴ്ച മുതൽ പിന്നെ 12 ആഴ്ചയിൽ നമ്മളൊരു അനോമലി സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സ്കാനിംഗിൽ ഫ്ലൂയിഡ് അധികമാണെന്ന് കണ്ടെത്തിയതായി ഷങ്കേഴ്സ് ലാബിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ എബിൻ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് 28 ആഴ്ചയിലൊക്കെയാണ് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത്രയും റെയറായ സംഭവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗ്രോസ് പോളി ഹൈഡ്രാമിനോസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഈ പേഷ്യന്റിനോട് ചോദിക്കുന്നുണ്ട് ഷുഗർ ഉണ്ടോ. ഈ പേഷ്യന്റ് ഷുഗർ ഇല്ല എന്ന് പറയും. ഷുഗർ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ സാധാരണ കാണാറ്. മറ്റ് സ്പൈനൽ അനോമലീസ് ഇല്ല, GA അനോമലീസ് ഇല്ല. സുറുമിയുടെ പരാതിയിൽ 4 ഡോക്ടർമാർക്കെതിരെയാണ് സൗത്ത് പോലീസ് കേസെടുത്തത്. നിലവിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും കുഞ്ഞിന്റെ തുടർ ചികിത്സ എങ്ങനെ കൊണ്ടുപോകുമെന്നറിയാതെ ആശങ്കയിലാണ് മാതാപിതാക്കൾ. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്, ആലപ്പുഴ. ഇന്ന് ഈ വിഷയം ഗൗരവമായി നമ്മൾ പരിശോധിക്കുന്നതിലേക്ക് നയിച്ചത് ആലപ്പുഴയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ഉണ്ടായ സംഭവമാണ്. അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് ശരത് എസ് നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, നിരവധി കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്ന തൈക്കാട് ആശുപത്രിയിൽ നിന്ന് TV പ്രസാദാണ് നമുക്കൊപ്പം ചേരുന്നത്. SAT ആശുപത്രിയിൽ നിന്ന് R ഋഷിപാൽ, നെടുമങ്ങാട് ആശുപത്രിയിൽ നിന്ന് സുനിഷ അയ്യല്ലൂർ, കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നിന്ന് സിനോജ് തോമസ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MM രാഗേഷ്, കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് അർജുൻ കല്യാട്,
തൈക്കാട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് അഷ്കർ അലി കരിമ്പ ഞങ്ങളുടെ വാർത്താ സംഘം ഈ ലൈവത്തോണിനായി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആദ്യം ശരത്തിലേക്ക് പോകാം. വിവാദമായ ആലപ്പുഴയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ. ശരത് എസ്, ഗുഡ് ഈവനിംഗ്. നമ്മൾ പുറത്തുകൊണ്ടുവന്ന വാർത്ത, അതിന്മേൽ ആ കുടുംബത്തിനായി അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. കുടുംബത്തിന്റെ ഈ ജനിതക വൈകല്യം കണ്ടെത്തിയില്ല എന്നുള്ള പരാതി ഗൗരവമായി തന്നെ പരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ വാർത്തയിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്നതാണ് നമ്മൾ ഈ ലൈവത്തോണിൽ പരിശോധിക്കുന്നത്. ശരത്ത്, ഇന്ന് ആ കുടുംബവുമായി ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ശരത്താണ്. അവർക്കുണ്ടായ ഒരു അവഗണന അത് ആശുപത്രിയിൽ നിന്ന് തന്നെയല്ലേ പ്രാഥമികമായും നേരിട്ടിരിക്കുന്നത്? തീർച്ചയായും സുജയ, അതായത് ഈ സംഭവത്തിൽ പ്രധാനമായും പറയുന്നത് 7 തവണയാണ് ഈ കുടുംബം, ഈ സുറുമി എന്ന് പറയുന്ന യുവതി സ്കാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ 7 തവണ സ്കാൻ ചെയ്തിട്ട് പോലും യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ വൈകല്യമോ കുട്ടിക്കുള്ളതായൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ 7 തവണയും മറ്റു പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നു. പക്ഷേ പ്രസവത്തിന് തൊട്ടു മുൻപാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള കുട്ടിയാണ് എന്നുള്ളത് കണ്ടെത്തുന്നത്. ആ രീതിയിൽ വലിയൊരു വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഒപ്പം ഈ സ്കാനിംഗ് ലാബിന്റെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. പ്രധാനമായും ഈ സ്കാനിംഗ് നടത്തിയത് 2 സ്വകാര്യ ലാബിലാണ്. അതായത് നമുക്കറിയാം, സർക്കാർ ആശുപത്രിയാണ് കടപ്പുറത്തെ WNC ആശുപത്രി എന്ന് പറയുന്നത്. പക്ഷേ ഈ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ട് പോലും സ്വകാര്യ ലാബുകളിലേക്ക് സ്കാനിങ്ങിനായി പോകേണ്ട സാഹചര്യം. അതായത് WNC ആശുപത്രിയിൽ സ്കാനിംഗ് സംവിധാനം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ പോലും അതും ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ അത് ഇത്തരത്തിൽ റേഡിയോളജിസ്റ്റിന് പോലും സാന്നിധ്യമില്ലാത്തത് കൊണ്ട് തന്നെ അത്തരം വലിയ സംവിധാനങ്ങൾ, ലക്ഷങ്ങൾ മുടക്കി അത്തരം സംവിധാനങ്ങൾ ആശുപത്രിയിൽ വാങ്ങിവെച്ചിട്ട് പോലും ഉപകാരപ്രദമാകാത്ത രീതിയിൽ അത് നശിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ ഒരു നിയമനം നടക്കുന്നില്ല. റേഡിയോളജിസ്റ്റിന്റെ നിയമനം നടക്കാത്തതാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിന് പോലും പുറത്ത് അല്ലെങ്കിൽ സ്വകാര്യ ലാബിലേക്ക് പോയി സ്കാൻ ചെയ്യേണ്ട സാഹചര്യം വന്നത്. സ്വകാര്യ ലാബിൽ പോയി സ്കാൻ ചെയ്തത് തന്നെയാണ് ഇത്തരത്തിൽ പ്രധാനമായും ഈ ഒരു ഗുരുതര വീഴ്ച അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം കണ്ടെത്താതെ പോകുന്നതിനും കാരണമായി. അതായത് 2 സ്വകാര്യ ലാബുകളിലായിരുന്നു ഇവർ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ശങ്കേസും മറ്റൊന്ന് മിഡാസും എന്ന സ്വകാര്യ ലാബുകളിലാണ്. പക്ഷേ ഈ 2 ലാബുകളിലും സ്കാനിംഗ് നടത്തിയിരുന്നെങ്കിലും ഇവിടെ നിന്നും തന്നെ ഇത്തരമൊരു ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള കുട്ടിയാണ്, വൈകല്യമുള്ള കുട്ടിയാണ് ഒന്നും തന്നെ അത്തരമൊരു റിപ്പോർട്ടും ഈ റേഡിയോളജിസ്റ്റുകൾ നൽകിയില്ല. ഈ റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടർമാർക്കും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ രീതിയിൽ ഗുരുതരമായ പ്രശ്നം ലാബിന്റെ ഭാഗത്തുനിന്നും ഇത് പരിശോധിച്ച ഡോക്ടർമാർക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും വലിയ പ്രശ്നത്തിന് പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ സർക്കാർ സംവിധാനങ്ങളുടെ പരാജയം തന്നെയാണ്. കൃത്യമായ രീതിയിൽ ഇത്തരം സ്കാനിംഗ് സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കപ്പെടാൻ സാധിക്കുന്നില്ല. അത് നശിക്കുന്നു. ഒപ്പം ഇത്തരം ഗുരുതര പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായി സ്വകാര്യ ലാബുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കുട്ടിയുടെ ആരോഗ്യനില എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. ചെവിയും കണ്ണും യഥാസ്ഥാനത്തല്ല, വായ തുറക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇപ്പോൾ നിലവിൽ ട്യൂബ് വഴിയാണ് കുട്ടിക്ക് മുലപ്പാൽ പോലും കൊടുക്കുന്നത്. ശ്വാസകോശത്തിന് ദ്വാരമുണ്ട്. ഇതൊന്നും എന്തുകൊണ്ട് പരിശോധനയിൽ കണ്ടെത്തിയില്ല? ആ ഒരു വലിയ ചോദ്യമാണ് ശരത്ത് ആലപ്പുഴയിൽ നിന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ പ്രതിനിധികളിലേക്ക് പോവുകയാണ്. റിപ്പോർട്ടറിന്റെ ആർമി ഈ ലൈവത്തോണിലൂടെ വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. TV പ്രസാദിലേക്കാണ് ഞാൻ പോകുന്നത്. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് TV പ്രസാദ് നിൽക്കുന്നത്. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. തലസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയാണ് തൈക്കാട് ആശുപത്രി. ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ മനുഷ്യർ ഓടിയെത്തുന്ന ആശുപത്രിയാണ്. അവിടെ എപ്പോഴാണ് ഡോക്ടർ വന്നിട്ട് പോകുന്നത്? സ്കാനിങ്ങിനുള്ള സംവിധാനങ്ങൾ എത്രത്തോളമുണ്ട്? ആലപ്പുഴയിലെ ഈ സംഭവം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കേണ്ട സാഹചര്യം തൈക്കാട് ആശുപത്രിയിൽ നിലവിലുണ്ടോ? നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് എന്താണ് പ്രസാദ്? സുജയ, ഗുഡ് ഈവനിങ് സുജയ. ഈ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും സുജയ പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതിൻ്റെയും സൗകര്യം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യകതയിലേക്കാണ് പോകുന്നത് എന്നതാണ്. തിരുവനന്തപുരത്ത് SAT ആശുപത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗർഭിണികൾ ഇവിടേക്ക് വരുന്നതും പ്രസവിച്ച് പോകുന്നതുമായ ആശുപത്രിയാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. ഇവിടെ ഇപ്പോൾ ആളുകളില്ലാതിരിക്കാൻ കാരണം ഉച്ചയ്ക്ക് 1 മണി വരെയാണ് OP ഉള്ളത്. അതുകൊണ്ട് രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ ടോക്കൺ എടുക്കാനൊക്കെ ആയിട്ട് ആളുകൾ വന്നു തുടങ്ങും. ഉച്ചയ്ക്ക് 1 മണി 2 മണി വരെ ഈ കാണുന്ന പ്രദേശമെല്ലാം നിറഞ്ഞു തുളുമ്പുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ഇവിടെ അഡ്മിറ്റായവരുടെ ബന്ധുക്കളും മറ്റുള്ളവരും മാത്രമാണ് അപൂർവം ചില ആളുകൾ ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സുജയ, അത് എല്ലാ സ്ഥലത്തും നടപ്പാക്കേണ്ടത് തന്നെയാണ് സർക്കാർ. അതായത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 100 കണക്കിന് ഗർഭിണികളാണ് ഓരോ ദിവസവും വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഗർഭിണിയാകുന്നത് മുതൽ പ്രസവിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ ഒരുപാട് സ്കാനിങ്ങുകൾ വേണം. സാധാരണ 3 ആണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ കൂടുതൽ വരുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകും. ഈ തൈക്കാട് ആശുപത്രിയിൽ ആകെ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി ഒരൊറ്റ ഡോക്ടറാണുള്ളത്. ഈ ഡോക്ടർ രാവിലെ 8 മണിക്ക് വരും, 1 മണിക്ക് പോകും. ഇതിനിടയിലുള്ള സ്കാനിംഗ് ആണ് നടക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ പറയുന്നത് എമർജൻസി ആണെങ്കിൽ
ഫോൺ വിളിച്ചാൽ ഡോക്ടർ വന്ന് ചെയ്തു കൊടുക്കും. അതല്ലാതെ ഒരു അതായത് ടി വി പ്രസാദ് സ്കാനിങ്ങിന് തീയതി കുറിച്ച് കൊടുക്കും. പലരും അവിടെ വന്നു പോകുന്നവർ പറഞ്ഞിട്ടുള്ളത് സ്കാനിങ്ങിന് നമുക്കൊരു ഡേറ്റ് എഴുതി തരും, ഒരു തുണ്ടിലിങ് എഴുതി തരും എന്നാണ് അവിടെ വന്നു പോകുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോഴും ആ തുണ്ട് എഴുതി അവരെ പറഞ്ഞു വിടുന്ന ആ ഒരു രീതിയാണോ? സ്വകാര്യ സ്കാനിംഗ് സെന്ററിലേക്ക് ഈ ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് പോകേണ്ട ഒരു സാഹചര്യം ആശുപത്രി തന്നെ സൃഷ്ടിക്കുകയാണോ യഥാർത്ഥത്തിൽ? അതിലേക്കാണ് ഞാൻ വരുന്നത്. സുജയ പറഞ്ഞത് തന്നെയാണ് പോയിന്റ്. അതിലേക്കാണ് നമുക്ക് എത്തേണ്ടതും. അതായത് തിരുവനന്തപുരത്തിൻ്റെ ഏതാണ്ട് നമുക്കൊരു അമ്പൂരിയോ അല്ലെങ്കിൽ വെള്ളറടയോ അങ്ങ് പാറശാലയ്ക്കപ്പുറമോ ആ തമിഴ്നാടിൻ്റെ ബോർഡറോ അവിടെ നിന്നൊക്കെ ധാരാളം ഗർഭിണികൾ ഇവിടേക്ക് വരാറുണ്ട്. അവരിവിടെ വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ സ്വാഭാവികമായി സ്കാനിങ്ങിന് എഴുതി കൊടുക്കും. സ്കാനിങ്ങിന് എഴുതി കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ ഡോക്ടർ മാത്രമാണുള്ളത്. അവർക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എമർജൻസി കേസുകൾ മാത്രമാണ് ആ സമയങ്ങളിൽ ചെയ്യുന്നത്. പിന്നീട് നേരത്തെ കൊടുത്ത ഡേറ്റുകളും. അങ്ങനെ രോഗി വന്നു കഴിഞ്ഞാൽ അമ്പൂരിയിൽ നിന്ന് 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് അവിടെ വന്ന് സ്കാനിങ്ങിന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ എത്രയാണോ അവിടെ ഒഴിവുള്ളത് അത്ര വരെ ഇവർ വെയിറ്റ് ചെയ്യണം. അതായത് ഈ അമ്പൂരിയിലുള്ള ആൾ ഈ സ്കാനിങ്ങിന് വേണ്ടി വീണ്ടും വരണം എന്നർത്ഥം. അവരുടെ കൂടെയുള്ള ആളുകളെയും കൂട്ടി ഇത്ര ദൂരത്തുനിന്ന് വന്നു പോകാനുള്ള ചെലവും ബുദ്ധിമുട്ടും എല്ലാം കൂടി നോക്കുമ്പോൾ അവർ സ്വാഭാവികമായി തൊട്ടടുത്തുള്ള സ്വകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കും. സ്വകാര്യ സ്ഥാപനങ്ങൾ കൂണുപോലെ ഇങ്ങനെ പന്തലിക്കുകയാണ്, വളർന്നു വരികയാണ്. ആശുപത്രിയുടെ മാത്രം ചിത്രമല്ല, അവിടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സുജി. അതായത് ഒരു പോസ്റ്റും കൂടി ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ നിരവധി രോഗികൾക്ക്, 100 കണക്കിന് രോഗികൾക്ക്, ഗർഭിണികൾക്ക് വലിയ ആശ്വാസമാകുന്ന തീരുമാനം. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം അടിയന്തരമായി വരുന്നവരെ ചിലവരെ ഇവർ SIT ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് വിടുന്നു. മറ്റു ചിലർ അർജന്റ് ആയതുകൊണ്ട് നേരെ പുറത്തു പോയി സ്കാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇതാണ് അപ്പോൾ തലസ്ഥാനത്തും രക്ഷയില്ല. ആരോഗ്യമന്ത്രിക്ക് നേരിട്ട് കാണാനാണ് നമ്മൾ ഈ കാഴ്ചകൾ മുന്നോട്ട് വെക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ എന്താണ് നിലവിലുള്ള സംവിധാനങ്ങൾ? ദൂരെ നിന്ന് വരുന്നവർ ഇത്രയും കാലം കാത്തിരിക്കണോ? ഒരു തുണ്ടെഴുതി വാങ്ങി അവർ പോയി വീണ്ടും വരണോ സ്കാൻ ചെയ്യാൻ? അതോ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെ ആശ്രയിക്കണോ? ആലപ്പുഴയിൽ സംഭവിച്ചത് മറ്റൊരിടത്തും സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയുമോ? ഒരു എറർ സാധ്യതയുണ്ട് എന്ന് പറയുന്ന കാര്യം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള സംവിധാനങ്ങൾ വേണ്ടേ? തിരുവനന്തപുരത്ത് നമ്മൾ നേരെ പോകുന്നത് കോട്ടയത്തേക്കാണ്. MM രാകേഷ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. രാകേഷ്, ഗുഡ് ഈവനിംഗ്. കോട്ടയത്തെ സാഹചര്യം എന്താണ്? മതിയായ സംവിധാനങ്ങൾ ഉണ്ടോ അവിടെ? സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലെ സ്കാനർ പ്രവർത്തിക്കുന്നില്ല, സ്കാനിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനറൽ സ്കാനിംഗ് മെഷീനെയാണ് പലപ്പോഴും എല്ലാ രോഗികളും ആശ്രയിക്കുന്നത്. നമ്മളോടൊപ്പം ഇവിടെ ഈ പഞ്ചായത്തിൽ തന്നെയുള്ള, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റാണുള്ളത്. എന്താണ് നിലവിലെ ഇവിടെയുള്ള വിഷയങ്ങൾ? നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ 3 ജില്ലകളിൽ നിന്നുള്ള രോഗികൾ വരുന്ന ഒരു ആശുപത്രിയാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇവിടുത്തെ സ്കാനിംഗ് മെഷീൻ കേടായിട്ട് മാസങ്ങളോളമായി. നമ്മുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു സ്കാനിംഗ് മെഷീൻ ഇവിടെ വന്നെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതുവരെ അത് സ്ഥാപിച്ചിട്ടില്ല. ഈ പാവപ്പെട്ട രോഗികളെല്ലാം ഈ പറയുന്ന മെഡിക്കൽ കോളേജിന് ചുറ്റുമുള്ള ഈ പ്രൈവറ്റ് സ്വകാര്യ ലാബുകളെയാണ് ആശ്രയിക്കുന്നത്. ഇതൊരു ഗൂഢാലോചന ഭാഗമാണ്. അതിലുപരി സാധാരണക്കാരെ ഇവരെ ചൂഷണം ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾക്ക് ഇവിടെ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു വെന്റിലേറ്റർ സൗകര്യമോ അല്ലെങ്കിൽ ഒരു ICU സൗകര്യം ആവശ്യമുള്ള ഒരു പേഷ്യൻറ്റിന് അത് യഥാസമയം അത് കിട്ടാൻ പോലും കിട്ടുന്നില്ല, അല്ലെങ്കിൽ തന്നെ അതിന് ചാർജ് ഈടാക്കുകയാണ്. അത് ഒരു രോഗിക്ക് ഒരു ദിവസം 500 രൂപ പ്രതിദിനം കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നടത്തിപ്പ് രീതികൾ പോകുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചുള്ള 500 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് വലിയ തുകയാണ്. അപ്പോൾ ഇതൊന്നും സർക്കാർ കാണാതെ പോകുന്നത് തീർത്തും അപലപനീയമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു HDS എന്ന് പറഞ്ഞാൽ ആശുപത്രി വികസനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാദേശിക കമ്മിറ്റികളുണ്ട്. ഇവിടെ ഇത് 1.5 വർഷത്തോളമായി ഈ കമ്മിറ്റി കൂടുന്നത്. അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർ മാത്രം കൂടി കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ പറഞ്ഞ അതിനൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ HDS ഒന്നും കൂടാതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന OP കിട്ടുന്ന വരുമാനവും അതുപോലെ സെക്യൂരിറ്റി നിയമനങ്ങളെ അല്ലെങ്കിൽ ബാക്കി ഇവിടെ നിന്ന് കിട്ടുന്ന പൈസകളെല്ലാം ഈ പറഞ്ഞ പോലെ ഈ ആശുപത്രിയിലെ വികസനത്തിന് ഉപയോഗിക്കാതെ മറിച്ച് ഇവിടെ ആഡംബരങ്ങളാണ് ഈ സർക്കാരിന് പ്രാമുഖ്യം. നമ്മളിവിടെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം, ഇവിടെ കെട്ടിടങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. അത് പാവപ്പെട്ടവന് ഉപകരിക്കപ്പെടുന്ന രീതിയിലോട്ട് ആക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം വിനീതമായ അഭ്യർത്ഥന. അപ്പം പ്രത്യേകിച്ച് അടിയന്തരമായി ഞങ്ങളിതിൽ ഉന്നയിക്കുന്നത് ഇവിടുത്തെ സ്കാനിംഗ് മെഷീൻ അടിയന്തരമായി തന്നെ അത് സജ്ജമാക്കണം, പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്ന രീതിയിലോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പം പൊതുവായിട്ടുള്ള സ്കാനിംഗ് മെഷീനിൽ വെച്ചാണ് എല്ലാവിധ സ്കാനിങ്ങുകളും നടക്കുന്നത്.
അല്ല, പൊതുവായിട്ടുള്ള സ്കാനിങ് മെഷീൻ പറഞ്ഞാൽ ഇവിടെ മെഡിക്കൽ കോളേജ് സ്കാനിങ് കേടാണ്. ഞാൻ തിരിച്ചെത്താം രാകേഷിലേക്ക്. രാകേഷ്, അദ്ദേഹത്തോട് ചോദിക്കൂ, പുറത്തുള്ള ഏത് സ്കാനിംഗ് സെന്ററിലേക്കാണ് അവിടെ നിന്ന് എഴുതി കൊടുത്തുവിടുന്നത്? എവിടെ പോയി സ്കാൻ ചെയ്തിട്ടാണ് ഗർഭിണികൾ തിരിച്ചു വരുന്നത്? അനോമലി സ്കാൻ അടക്കം ചെയ്യുന്നതിനായിട്ടുള്ള സംവിധാനം പുറത്തുള്ള സ്കാനിംഗ് സെന്ററുകളുമായി ചേർന്നുള്ള ഒരു കൂട്ടുകച്ചവടം അവിടെ നടക്കുന്നുണ്ടോ? നമ്മുടെ പല പ്രേക്ഷകരും ചോദിക്കുകയാണ്, ഇത് സ്കാനിംഗ് സെന്ററും ഡോക്ടേഴ്സും അല്ലെങ്കിൽ ആശുപത്രിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയല്ലേ എന്ന്. അങ്ങനെയുള്ള ഒരു ഒത്തുകളി അവിടെ നടക്കുന്നുണ്ടോ? അതുകൂടി അദ്ദേഹത്തോട് ചോദിക്കൂ. ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയല്ലേ, അക്കാര്യം കൂടി അദ്ദേഹം തുറന്നു പറയട്ടെ. തിരികെ എത്താൻ നമുക്ക് ലൈവത്തോണിലേക്ക്. ഓരോ ആശുപത്രികളിലെയും നിലവിലെ സാഹചര്യം നമ്മൾ പരിശോധിക്കണം. ആലപ്പുഴയിൽ പിറന്നു വീണ ആ കുഞ്ഞ്, അങ്ങനെ ഒരു അവസ്ഥ മറ്റൊരു കുഞ്ഞിനും ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ലൈവത്തോണിലൂടെ കടന്നു പോകുന്നത്. പൊതുജന നന്മയ്ക്കായിട്ട് ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലായിടത്തെയും നിലവിലത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ തുറന്നു കാട്ടുകയാണ് ആരോഗ്യവകുപ്പിനെ. ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ പിറന്നു വീണതുപോലെ ഒരു കുഞ്ഞിന്റെ മുഖം കണ്ട് സങ്കടപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ തലസ്ഥാനത്തേക്ക് പോകുന്നു. SAT ആശുപത്രിയിലേക്കാണ്. SAT ആശുപത്രിയിൽ എത്തുന്ന ഗർഭിണികൾക്ക് അവർക്ക് സ്കാനിങ്ങിനടക്കം അവിടെ സൗകര്യങ്ങളുണ്ടോ എന്നതാണ് നമ്മൾ അന്വേഷിച്ചത്. റോഷിപാൽ ചേരുന്നു SAT ആശുപത്രിയിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. SAT ആശുപത്രി തലസ്ഥാനത്ത് ഏറ്റവും അധികം ആളുകൾ എത്തുന്ന, പ്രത്യേകിച്ചും പ്രസവ ചികിത്സയ്ക്കായി, അതായത് ഗർഭകാല ചികിത്സയ്ക്കായി ഏറ്റവും കൂടുതൽ പേർ എത്തുന്നത് അവിടേക്കാണ്. അവിടെ സ്കാനിങ്ങിനുള്ള സംവിധാനം എങ്ങനെയാണ്? നേരത്തെ തൈക്കാട് ആശുപത്രിയിൽ തുണ്ടെഴുതി കൊടുത്ത് പറഞ്ഞുവിടുന്ന അമ്പൂരിക്കാരെ കുറിച്ചും വെള്ളറടക്കാരെ കുറിച്ചുമൊക്കെയാണ് TV പ്രസാദ് പറഞ്ഞത്. SATയിൽ കാര്യങ്ങൾ എങ്ങനെയാണ്? സുജയ, കാര്യങ്ങൾ വ്യത്യസ്തമല്ല. തിരുവനന്തപുരത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗർഭിണികൾ ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രിയാണ് ഞാൻ അതിൻ്റെ തൊട്ടു മുന്നിലാണുള്ളത്. ഈ ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഏറ്റവും പഴക്കം ചെന്ന ആശുപത്രികളിലൊന്ന്. ആ ആശുപത്രി ഇപ്പോഴും കൃത്യമായ സ്കാനിംഗ് സംവിധാനമില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇവിടെ എത്തുന്ന ഗർഭിണികൾ അല്ലെങ്കിൽ കുട്ടികളടക്കം അവർ സ്കാനിങ്ങിന് തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കണം. അവിടെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന, മറ്റു പല അപകടങ്ങളടക്കമുള്ള രോഗികൾ അവിടേക്ക് എത്തിച്ചേരുന്നു. അവിടെ ഒരു സ്കാനിങ്ങിന് പോയി കഴിഞ്ഞാൽ കൃത്യമായി ആ ദിവസം തന്നെ സ്കാൻ ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഏറ്റവും ശ്രദ്ധേയമായത്, നേരത്തെ 2 സ്വകാര്യ സ്കാനിംഗ് സെന്റർ മാത്രമായിരുന്നു ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു. ഇപ്പോഴത് ഏതാണ്ട് 1 ഡസനോളം സ്കാനിംഗ് സെന്ററുകൾ, സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് SAT ആശുപത്രി പരിസരത്ത് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ എത്തുന്ന സാധാരണക്കായ രോഗികളൊക്കെ അവർക്ക് അടിയന്തര ചികിത്സയ്ക്കടക്കം അവർക്ക് ഈ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, SATയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സർക്കാരിൻ്റെ അധീനതയിൽ സ്കാനിംഗ് സംവിധാനമില്ല. നേരത്തെ ഏതാണ്ട് 2021 HDC ഇവിടെ സ്കാനിംഗ് മെഷീൻ അനുവദിച്ചതാണ്. പക്ഷെ അത് സ്ഥാപിക്കാൻ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ആശുപത്രിയിൽ റോഷി തന്നെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗർഭിണികൾ എത്തുന്ന SAT ആശുപത്രിയിൽ സ്കാനിംഗ് യന്ത്രമില്ല. തലസ്ഥാനത്താണ്, ആരോഗ്യവകുപ്പിന്റെ മൂക്കിന് താഴെയാണ്. സുജയ, അതിലൊരു സംശയവുമില്ല. കാരണം ഈ ആശുപത്രിയിൽ, SAT ആശുപത്രിയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗർഭചികിത്സയ്ക്ക് രോഗികൾ അല്ലെങ്കിൽ ഗർഭിണികൾ എത്തുന്നത്. അങ്ങനെ കുട്ടികൾ ഉൾപ്പെടെ, കുട്ടികൾക്കും ഗർഭിണികൾക്കും ഏറ്റവും മികച്ച ചികിത്സ നൽകേണ്ട ആശുപത്രികളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ SAT. ഈ ആശുപത്രിയിലാണ് സ്കാനിംഗ് യന്ത്രമില്ലാത്തത്. സ്കാനിംഗ് യന്ത്രം സ്ഥാപിക്കാൻ നേരത്തെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചെങ്കിലും ഇപ്പോഴും അത് കുരുക്കിക്കിടക്കുകയാണ്. അത് ചുവപ്പ് നാടയിൽ സ്ഥലമില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സ്കാനിംഗ് യന്ത്രങ്ങൾ സ്ഥാപിക്കാത്തത്. ഇവിടെ MRI സ്കാനിംഗ്, അൾട്രാസൗണ്ട് സ്കാനിംഗ് അടക്കമുള്ള 3 സ്കാനിംഗ് സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി 32 കോടി രൂപ അനുവദിക്കാൻ HDC തീരുമാനിച്ചെങ്കിലും ഇപ്പോഴും 2021 എടുത്ത തീരുമാനമാണ്. പക്ഷേ ഇപ്പോഴും ആ മെഷീൻ ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും സ്ഥാപിത താല്പര്യമുണ്ടോ എന്ന സംശയമടക്കം ഇവിടെ ഉയർന്നുണ്ട്. ഇവിടെ ഉള്ള രോഗികളിൽ നിന്ന് നമ്മൾ വിവരം, ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും പോരാട്ടം നടത്തുന്ന ചില സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഇവിടെയുണ്ട്. അവരിൽ നിന്നും നമുക്ക് ആദ്യം സുജയ വിവരം തേടേണ്ടതുണ്ട്. എന്താണ് ഇവിടെ സ്കാനിംഗ് യന്ത്രങ്ങൾ ഇല്ലാത്തത്? നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം പോരാട്ടം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്. എന്തുകൊണ്ട് സ്കാനിംഗ് യന്ത്രം സ്ഥാപിക്കുന്നില്ല? എങ്ങനെയാണ് അതിനെ കാണുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു MRI സ്കാനിംഗ് മെഷീനുണ്ട്, 4 അൾട്രാ സൗണ്ട് സ്കാനിംഗ് മെഷീനുണ്ട്. അപ്പോൾ SATയിൽ സ്കാനിംഗ് മെഷീൻ ഇല്ല, സ്കാനിംഗ് യൂണിറ്റ് നിലവിലില്ല. ഇതെല്ലാം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരണം. മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഒരു ദിവസം 5000-ഓളം പേഷ്യൻ്റ് OP കാഷ്വാലിറ്റി വരുന്നതാണ്. അതിൽ 500 പേർക്ക് എടുക്കണമെങ്കിൽ പോലും 6 മാസം സമയം കഴിഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പം ഇവിടെ വരുന്ന ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒരു സംവിധാനവും ഇല്ല. അവിടെ വരുമ്പോൾ 6 മാസത്തെ ഡേറ്റ് കൊടുക്കും. അവർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോകണം.
ഒരു പക്ഷേ ഇവിടെ വരുന്നവർക്ക് പണം ഉണ്ടായിരിക്കില്ല, അവർ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്കാൻ എടുക്കേണ്ടവർ. അപ്പോൾ അവർക്കൊരു നിവൃത്തിയുമില്ല. അതുമാത്രവുമല്ല, മെഡിക്കൽ കോളേജിലെ സ്കാനിങ് കാലാവധി കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞതാണ്. 5 വർഷം കഴിയുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾ പുതിയ മിഷൻ സ്ഥാപിക്കും. ഇവിടെ 13 വർഷം കഴിഞ്ഞു, മിഷൻ ഏത് നിമിഷവും ഇല്ലാതായി നിന്നു പോകുമെന്ന് HDSൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ രേഖ തന്നെ പറയുകയാണ്. അപ്പോൾ അത്തരം കാലഹരണപ്പെട്ട മിഷനിൽ നിന്നും ഒരു സ്കാൻ എടുത്താൽ അതിൻ്റെ റിസൾട്ടിന് എത്രത്തോളം സത്യസന്ധതയുണ്ടാവും? നേരത്തെ 32 കോടി രൂപ അനുവദിച്ചിരുന്നല്ലോ ഇവിടെ സ്കാനിങ്. നിങ്ങൾ തന്നെ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത് 32 കോടി രൂപ അനുവദിച്ചിട്ട് സ്ഥാപിക്കാത്തത്? അത് 2021 ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പരാതിയും കൊടുത്തു. വിവരാവകാശവും ഇവിടെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തന്ന മറുപടി 32 കോടി രൂപയും ചെലവിൽ MRI CT യൂണിറ്റ് മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി സ്ഥാപിക്കും. 22 തന്ന് 23 24 കഴിയുകയാണ്. അപ്പോൾ പോലും ഇവിടെ ഒരു അഡീഷണൽ MRI മിഷൻ CT അൾട്രാ വരുന്നില്ല. അതേസമയം നമ്മുടെ തൊട്ട് സമീപത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ 2 3 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ഇപ്പോൾ 10 12 സ്ഥാപനങ്ങളായി മാറി. അവർക്ക് അത്രയും പേഷ്യൻ്റ് വരികയാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ HDC ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ച ഈ സ്കാനിങ് മെഷീനുകൾ, ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം തന്നിരിക്കുന്നതിൽ കൃത്യമായി പറയുന്നു, മാസ്റ്റർ പ്ലാനിങ്ങിൻ്റെ ഭാഗമായി റേഡിയോളജി വിഭാഗത്തിനെ ശക്തിപ്പെടുത്തുന്നതിനും 32 കോടി രൂപ ചെലവിൽ CT സ്കാൻ MRI മെഷീനുകൾ അൾട്രാസൗണ്ട് സ്കാനർ എന്നിവ സ്ഥാപിക്കുന്നതിന് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് സർക്കാർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ 2022 ജനുവരി 19 വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് നൽകിയതാണ്. അതിൽ ഇത് സ്കാനർ എന്നിവ സ്ഥാപിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. മേൽ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കണം. പക്ഷേ എന്തുകൊണ്ട് അത് സ്ഥാപിക്കാത്തത്? ഇവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾ തഴച്ചു വളരണമെങ്കിൽ ഇവിടുത്തെ അധികാരികൾ അവരോടൊപ്പമാണ്, ഇവിടെ വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പമല്ല. ഇതിൽ മനുഷ്യാവകാശ കമ്മീഷനെ ഇടപെടാൻ കഴിയില്ലേ? ഒരു ഗർഭിണിക്ക് ഒരു ആശുപത്രിയിലെത്തി അടിയന്തരമായി ചെയ്യേണ്ട സ്കാനുകളാണ്. അത് ഓരോ ആഴ്ചയിലും കൃത്യമായി ചെയ്തു പോകേണ്ടതാണ്. കുഞ്ഞിന്റെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന്, ഗർഭിണിയായ സ്ത്രീയുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് തുടർ പരിശോധനകൾക്ക് സ്കാൻ ചെയ്ത് ഈ ഭ്രൂണത്തിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് കൃത്യമായ ഇടവേളകളിലാണ്. അത് 2 മാസം കൂടുമ്പോൾ, അതിനുശേഷം 32ാമത്തെ ആഴ്ച വരെ അത് ഘട്ടം ഘട്ടമായി ചെയ്യേണ്ടതാണ്. അവിടെ ഈ മെഡിക്കൽ കോളേജിലെ സൗകര്യം അനുസരിച്ച് കാത്തിരിക്കാൻ കഴിയുമോ? അപ്പോൾ സ്വാഭാവികമായും ആ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന 10-12 സ്കാനിംഗ് സെന്ററുകൾ ഉണ്ടല്ലോ, അവിടെ പോയി തലവെച്ച് കൊടുക്കേണ്ട ഗതികേടിലേക്ക് അവർ പോവുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കുകയല്ലേ അവരെ? റോഷിപാൽ, സുജയ, ഒരു സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ നേരത്തെ വിവരാവകാശ നിയമപ്രകാരം ഈ പൊതുപ്രവർത്തകനായ ഈ ശ്രീകുമാറിന് നൽകിയ മറുപടി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് 32 കോടി രൂപ HDC അനുവദിച്ചിട്ടുണ്ട് സ്കാനിംഗ് യന്ത്രങ്ങൾ സ്ഥാപിക്കുമെന്ന്. പക്ഷേ ഇപ്പോഴും സ്കാനിംഗ് യന്ത്രം സ്ഥാപിച്ചില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുൻ കൗൺസിലർ കൂടിയാണ് ശ്രീകുമാർ, വീണ്ടും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ എത്തുന്ന രോഗികൾ എന്തോ ആകട്ടെ, ഇവിടെ എത്തുന്ന രോഗികൾ വലിയ ദുരിതത്തിലാണ്. ഗർഭിണികൾ അടക്കം ഈ സ്കാനിങ്ങിന് വേണ്ടി ആശ്രയിക്കേണ്ടത് തൊട്ടടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെങ്കിൽ നിരവധി രോഗികളുണ്ട്. ഈ ഗർഭിണികൾ മാത്രമല്ല, അവിടെ അപകടത്തിലെത്തുന്നവർ അടക്കം സ്കാനിങ്, അവിടെയുള്ള ഒരു സ്കാനിങ് യന്ത്രമാണെങ്കിൽ 12 വർഷം പഴക്കമുണ്ട്. അവിടെ HDC യോഗത്തിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഏത് സമയവും ആ യന്ത്രം കേടുവരും, പലപ്പോഴായി കേടുവരും. അപ്പോൾ വീണ്ടും ആ കേടുപാടുകൾ പരിഹരിച്ച് വീണ്ടും യന്ത്രം പ്രവർത്തിപ്പിക്കും. അങ്ങനെയുള്ള സ്കാനിങ് യന്ത്രത്തെ ആശ്രയിച്ചാണ് ഈ SIT ആശുപത്രി മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ HDC സ്ഥാപിക്കാൻ തീരുമാനിച്ച ഈ സ്കാനിങ് യന്ത്രങ്ങൾ സ്ഥാപിക്കാത്തത്? അതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം തിരുവനന്തപുരത്ത് ഈ ഇതൊരു വലിയ വിഷയമാണ്. ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം നിർബന്ധമായി നമ്മൾ തേടണം. റോഷിപാൽ, എന്തുകൊണ്ടാണ് ഒരു സംവിധാനത്തിൽ കൃത്യമായി തുക അനുവദിച്ചിട്ടും ആ സ്കാനിംഗ് മെഷീൻ അല്ലെങ്കിൽ ആ ഒരു സ്കാനിംഗ് യൂണിറ്റ് അവിടെ സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നത്? മെഡിക്കൽ കോളേജിൽ കാലഹരണപ്പെട്ട, കാലാവധി കഴിഞ്ഞ, സർവീസ് ചെയ്ത് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലാണ് സംവിധാനമെങ്കിൽ അതൊന്ന് മാറ്റേണ്ടതല്ലേ? ഞാൻ റോഷിപാലിലേക്ക് തിരികെ എത്താം. ഇക്കാര്യങ്ങളിൽ നമുക്കൊരു വ്യക്തത വേണം. നമുക്കിനി പോകേണ്ടത് കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്കാണ്. തിരുവനന്തപുരത്തെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മൾ സിനോജ് തോമസിനോട് ചോദിക്കാം, കോഴിക്കോട്ടും ഇതേ രീതിയിലുള്ള സംവിധാനങ്ങൾ തന്നെയാണോ? നമ്മൾ സംസ്ഥാനത്തെമ്പാടുമുള്ള റാൻഡമായി നമ്മൾ പിക്ക് ചെയ്ത ആശുപത്രികളാണ്. അതിൽ എന്താണ് നിലവിലെ സാഹചര്യം എന്നുള്ളത് നമ്മൾ തത്സമയമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നിന്ന് സിനോജ് തോമസ് തയ്യാറാണ്. ഗുഡ് ഈവനിങ് സിനോജ് തോമസ്. ഈ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന രീതിയാണ് SIT ആശുപത്രിയിലായാലും തൈക്കാട് ആശുപത്രിക്ക് മുന്നിലായാലും ഒക്കെ നമ്മൾ കാണുന്നത്. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലും വലിയ ബുദ്ധിമുട്ടാണെന്ന് അവിടെയുള്ളവർ പറയുന്നു. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും അതുപോലെ കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലുമൊക്കെ മതിയായ സംവിധാനങ്ങളുണ്ടോ? അതോ ഇതേ അവസ്ഥ തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള അവസ്ഥയാണോ അവിടെയും?
സുജയ പാർവതി, ഗുഡ് ഈവനിങ്. അതായത് ചെറിയൊരു മാറ്റം കോഴിക്കോടുണ്ട്. കോഴിക്കോട് ആനയുണ്ട്, പക്ഷേ തോട്ടിയില്ല. അതായത് കോഴിക്കോട് നഗരത്തിൽ പ്രധാനമായും 3 സർക്കാർ മേഖലയിൽ ആശുപത്രികളാണുള്ളത്. ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, 2 ബീച്ച് ജനറൽ ആശുപത്രി, 3 ഞാൻ നിൽക്കുന്ന ഈ കോട്ടപ്പറമ്പിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സ്കാനിങ് യൂണിറ്റ് ഉണ്ട്, സ്കാനിങ് യന്ത്രമുണ്ട്. അത് 75 ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് സ്കാനിങ് യന്ത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആന ഇവിടെയുണ്ട്, അത് നിയന്ത്രിക്കേണ്ട ജീവനക്കാരില്ല എന്നതാണ് വസ്തുത. ഇവിടെ എത്തുന്ന രോഗികളെ മുഴുവൻ പറഞ്ഞയക്കുന്നത്, ക്യാമറ ഇവിടേക്ക് തിരിച്ചാൽ കാണാം, ഇവിടെ നിന്ന് രോഗികൾ, അതായത് ഗർഭിണികളും കുട്ടികളുമാണ് ഇവിടെ വരുന്നത്. അവരൊക്കെ തന്നെ ഇവിടെ വന്ന് OP ടിക്കറ്റ് എടുത്ത ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഈ ഗേറ്റ് കടന്ന് നേരെ ഈ കാണുന്ന വാഹനങ്ങൾ അതിവേഗതയിൽ നീങ്ങിപ്പോകുന്ന 2 വരി പാത കടന്ന് ഇതിൻ്റെ എതിർവശം കാണുന്ന സ്വകാര്യ ലാബിലേക്ക് പോകണം. ആ ലാബുമായിട്ടാണ് ഈ ആശുപത്രി അധികൃതർ, അതായത് ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി എഗ്രിമെൻറ്റ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് റേഡിയോളജിസ്റ്റ് നമ്മൾ പറയും, അതായത് 2 തരത്തിൽ റേഡിയോളജിസ്റ്റ് ഉണ്ട്. ഒന്ന് റേഡിയോ തെറാപ്പിസ്റ്റ് ആണ്. ആ റേഡിയോ തെറാപ്പിസ്റ്റ് ഈ ആശുപത്രിയിലുണ്ട്. അതായത് ക്യാൻസർ രോഗത്തിന് ഉൾപ്പെടെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ പരിശോധന നടത്തുന്ന റേഡിയോ തെറാപ്പിസ്റ്റ് ഈ ആശുപത്രിയിലുണ്ട്. എന്തിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ, ഗർഭിണികൾ വരുന്ന ആശുപത്രിയിൽ അങ്ങനെ ഒരു തെറാപ്പിസ്റ്റ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഇവിടെ ഇല്ല. ഇവിടുത്തെ ഡോക്ടേഴ്സിന് അതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. പകരം ഇവിടെ വേണ്ടത് റേഡിയോ ഡയഗ്നോസിസ്റ്റ് ആണ് ഇവിടെ വേണ്ടത്. ആ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ ഇല്ല, അങ്ങനെ ഒരു ജീവനക്കാരനോ ഇവിടെ ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. സിനോജ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ റേഡിയോ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു തസ്തിക അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്തത് ആരെങ്കിലും വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നതിന് വേണ്ടിയാണോ? കാരണം ഞാൻ നോക്കുമ്പോൾ ബീച്ച് ജനറൽ ആശുപത്രിയിലും റേഡിയോ ഡയഗ്നോസിസ്റ്റ് ഇല്ല. സ്കാനിങ്ങിന് ഇവരെല്ലാം പോകേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. പിന്നെ എന്തിനാണ് ഈ ആശുപത്രികളിലേക്ക് ഗർഭിണികൾ എത്തുമ്പോൾ അവരെ ഇങ്ങനെ ദുരിതത്തിലാക്കുന്നത്? അവർ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിലേക്ക് പോകട്ടെ എന്ന ഒരു തീരുമാനമെടുക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ കൃത്യമായി തസ്തികയിൽ വേണ്ടയാളെ നിയമിക്കാതെ തെറാപ്പിസ്റ്റിനെ കൊണ്ടുവയ്ക്കുന്നത്? സുജയ പാർവതി, ആ കാര്യത്തിലും ഞാൻ വിശദീകരണം തേടിയിരുന്നു. ആ സമയത്ത് ആരോഗ്യ മേഖലയിലെ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ ആരോഗ്യവകുപ്പിൽ ഉണ്ടായിരുന്നത് സോണോളജിസ്റ്റ് അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റായിരുന്നു. അത് 2 വർഷം മുൻപ് പ്രത്യേക ഉത്തരവിറക്കിക്കൊണ്ട് അതിനെ റേഡിയോ തെറാപ്പിസ്റ്റ്, റേഡിയോ ഡയഗ്നോസിസ്റ്റ് എന്ന രീതിയിലാക്കി. അങ്ങനെ ഉത്തരവിറങ്ങിയെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഏതൊക്കെ ആശുപത്രികളിൽ ഇവരെ വിന്യസിക്കണമെന്നൊരു ഉത്തരവ് ഇതുവരെ ആരോഗ്യവകുപ്പ് ഇറക്കിയിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. അതാണ് വേണ്ടാത്ത സ്ഥലത്ത് ഉപയോഗമില്ലാത്ത ഒരു ജീവനക്കാരനെ നിർത്തുന്നു. ബീച്ച് ആശുപത്രിയിലെ ഈ റേഡിയോ തെറാപ്പിസ്റ്റിനെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതാണ്, ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതാണ്, അവിടെ ഉപകാരപ്പെടുന്നതാണ്. പക്ഷേ അവിടേക്ക് വിടാതെ തൊട്ട് ഒരു കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ കോട്ടപ്പറമ്പ് ആശുപത്രിയിലാണ് അവരെ നിയമിച്ചിരിക്കുന്നത്. ആർക്കും ഉപകാരപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെയുള്ള നാട്ടുകാരുണ്ട്. ചികിത്സിക്കേണ്ടത് ഇത് കാഷ്വാലിറ്റി ഉള്ള ഒരു ആശുപത്രിയാണ്. രാത്രി ഇവിടെ ഇപ്പോൾ ആരെയാണ് ചികിത്സിക്കേണ്ടത്? അവിടെയുള്ള ആളുകളോട് ചോദിക്കും. ഇതിപ്പോൾ ഈ സംവിധാനത്തെ ചികിത്സിക്കേണ്ടി വരുമല്ലോ. അത് ഈ നാട്ടുകാർ തന്നെ പറയാം. ആരെയാണ് ചികിത്സിക്കേണ്ടത്? ഇപ്പം ആരോഗ്യ വകുപ്പിനെയാണോ, ഇവിടെയുള്ള ജീവനക്കാരെയാണോ, അല്ലെങ്കിൽ ജനങ്ങളെയാണോ? ആരോഗ്യ വകുപ്പിനെയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ കോഴിക്കോട് ചികിത്സ നൽകേണ്ടത് എന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. കാരണം എല്ലാ ജില്ലകളിലും ഇതിന് വേണ്ട സജ്ജീകരണം ഇല്ലാതെ പോയി. പക്ഷേ ഞങ്ങളുടെ ജില്ലയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ ജില്ലയിൽ എല്ലാ എക്യുപ്മെൻസുകളും എല്ലാ സജ്ജീകരണങ്ങളും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടും വേണ്ടത്ര രീതിയിലുള്ള സ്റ്റാഫ് സൗകര്യം ഇവിടെ ഒരുക്കാത്തതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിന് തൊട്ട് മുന്നിൽ തന്നെയുള്ള ഈ ലാബുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ പാവപ്പെട്ട ആളുകൾ വരുന്ന സമയത്ത് വൈകിട്ടായ കൊണ്ട് രാവിലെ ആണെങ്കിൽ അവിടെ OP നടക്കുമ്പോൾ രോഗികൾ ഇഷ്ടമാരുണ്ട്. റോഡ് ക്രോസ് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം, ഗർഭിണികളായ സ്ത്രീകൾ അങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ യൂത്ത് ലീഗിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവിടെ കോഴിക്കോട് നമുക്ക് ഒരു ആലപ്പുഴ ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഇവിടുത്തെ സൂപ്രണ്ടിനോട് ഈ വിവരം പറയാനുള്ളത്, പെട്ടെന്ന് തന്നെ ഇതിനുള്ള പരിഹാര മാർഗം ഉണ്ടായിട്ടില്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ സമരമായിട്ടുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ്. ബീച്ച് ആശുപത്രിയിൽ സമാന വിഷയമുണ്ട്. അവിടെ സൗകര്യങ്ങളുണ്ട്, പക്ഷേ ചെയ്യാനുള്ള വിദഗ്ധരില്ല. അവിടെ ഇതേ പേരിൽ തന്നെയാണ് അവിടെ നമ്മൾ സമരത്തിലാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെയും സമരത്തിലുണ്ടാകും. പാവപ്പെട്ട സ്ത്രീകളെ ആണ് ഇതെന്ന് പറഞ്ഞാൽ അമ്മയും കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലാണ്. പക്ഷേ ഇവിടെ നിന്നുള്ളത് ഇപ്പം ഇതാക്കാൻ ചെയ്യുന്നത് ക്യാൻസർ ചെയ്യേണ്ട ആളുകളാണ് ഇതിന് നിൽക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഇതിന് വേണ്ട ഉപയോഗം. തീർച്ചയായും അവർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സിനോജ്, യൂത്ത് ലീഗ് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും എന്നാണ് പറയുന്നത്. റേഡിയോ തെറാപ്പിസ്റ്റിനെ എന്തിനു നിയമിച്ചു? അവിടെ എന്തുകൊണ്ട് റേഡിയോളജിസ്റ്റ് ഇല്ല, ഡയഗ്നോസിസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ചോദ്യം. സിനോജ് തുടരുക. ഞാനൊന്ന് നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് നമ്മുടെ സുനിഷ അയ്യല്ലൂർ നിൽക്കുന്നത്. സുനിഷ അയ്യല്ലൂർ, ഇവിടെ ഇപ്പോൾ ആനയുണ്ട്, പക്ഷേ 1-ാം പാപ്പാനില്ല നിയന്ത്രിക്കാൻ. തോട്ടിയെന്നാണ് സിനോജ് പറഞ്ഞത്. പക്ഷേ 1-ാം പാപ്പാനും അവിടെ ഇല്ല. കാരണം നിയോഗിച്ചിരിക്കുന്നത് 2-ാം പാപ്പാനെയാണ്. അതിനുള്ള ചികിത്സയ്ക്കായി ആരും വരുന്നുമില്ല. ഗർഭിണികൾ വരുമ്പോൾ അവിടെ റേഡിയോളജിസ്റ്റ് വേണ്ട സ്ഥലത്ത് റേഡിയോ തെറാപ്പിസ്റ്റ് ആണ് കോഴിക്കോട്ടുള്ളത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രസവ മുറിയൊക്കെ അത്യാധുനികമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സുനിഷയ്ക്ക് അവിടെ എത്തിയപ്പോൾ ബോധ്യപ്പെട്ടത് എന്താണ്?
സുജയ ഈ പറഞ്ഞതുപോലെയാണ്, ഒരുപക്ഷെ സിനോജ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അത്തരത്തിലൊരു സോണോളജിസ്റ്റ് പോസ്റ്റ് അത് ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത്. സുജയ പറഞ്ഞതുപോലെ തന്നെ അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള പ്രസവ മുറിയും ഒപ്പം തന്നെ ഗൈനക്കോളജിസ്റ്റുകളുടെ എണ്ണത്തിലായാൽ പോലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നെടുമങ്ങാട് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നതാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം സ്കാനിങ്ങിന് ഇവിടെ എത്തുന്നവർക്ക് ഒരു സ്കാനിങ് സംവിധാനം ഇല്ല എന്നത് തന്നെയാണ്. അതായത് ഇവിടെ നിന്നും പുറത്തേക്ക് നോക്കിയാൽ ഒരുപക്ഷെ ഈ ആശുപത്രിക്ക് പുറത്തേക്ക് പോയാൽ ഒരു 5ഓളം പ്രൈവറ്റ് സ്കാനിങ് സെൻ്ററുകൾ കാണാം. അവിടെ എത്തി മാത്രമേ സ്കാനിങ് നടത്താൻ കഴിയുകയുള്ളൂ എന്നതാണ് നമ്മൾ ഇവിടുത്തെ ആർഎംഒയോടക്കം സംസാരിച്ചപ്പോഴും പറഞ്ഞത്. ആദ്യത്തെ 3 സ്കാനിങ്, ഈ ഗർഭിണികളുടെ ആദ്യത്തെ 3 സ്കാനിങ് സൗജന്യമായി ചെയ്യാൻ പുറത്തൊരു സ്കാനിങ് സെൻ്ററിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൈപ്പ് നടത്തിയിട്ടുണ്ട്. അത് ഈ ഗീതാസ് ലാബ് എന്നൊരു ലാബുമായാണ് ടൈപ്പ് നടത്തിയിരിക്കുന്നത്. അവർക്ക് 3ഓളം സ്കാനിങ് നടത്താമെന്നതാണ്. പക്ഷേ അതിനപ്പുറം ഒരുപക്ഷെ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം 7ഓ 8ഓ സ്കാനിങ് നടത്തേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ 3 സ്കാനിങ് മാത്രമേ പുറത്തുനിന്ന് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഈ NT സ്കാൻ പോലുള്ള സ്കാനിങ് സംവിധാനങ്ങൾ അതൊക്കെ തന്നെയും ഏത് രീതിയിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഞാനിവിടെ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് അകത്ത് ഒരു സോണോളജിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, റേഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, കൃത്യമായി സംവിധാനങ്ങൾ ഇവിടെ തന്നെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അതായത് സുനിഷ, അവിടെ ഒരു സ്കാനിംഗ് യൂണിറ്റും ഒരു റേഡിയോളജിസ്റ്റും വരാനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യവുമുള്ള ആശുപത്രിയാണ്. ആവശ്യത്തിന് ഗൈനക്കോളജിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ചികിത്സാ സംവിധാനങ്ങൾക്കായിട്ടുള്ള അകത്തെ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഏറ്റവും മികച്ചതാണ്. എന്നിട്ടും അവിടെ ഈ സൗകര്യം ഒരുക്കാതെ ഓഫർ വച്ചിരിക്കുന്ന ഒരു സ്കാനിംഗ് സെന്ററിലേക്ക് ഡോക്ടേഴ്സ് തന്നെ അങ്ങോട്ടേക്ക് ഇവരോട് പൊയ്ക്കോളൂ എന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്തായിരിക്കും? ഇത് അവർ തമ്മിലുള്ള ഒരു ഉടമ്പടിയല്ലേ? ഈ ഉടമ്പടിയൊക്കെ പൊളിക്കേണ്ടതല്ലേ? സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിൽ സ്കാനിംഗ് സംവിധാനം ഇല്ലാതെ വെച്ചുകൊണ്ട് പുറത്തുള്ള സ്കാനിംഗ് ലാബുകളെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ നാട്ടുകാർ പറയുന്നത് പോലെ കമ്മീഷൻ അടിക്കുകയാണോ സുനിഷ? ഉറപ്പായും സുജയ ഒരുപക്ഷെ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. ഒരു സുജയ പറഞ്ഞതുപോലെ നെടുമങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് ഇവിടെയുള്ള ഡോക്ടർമാർ തന്നെ ആണയിട്ട് പറയുമ്പോൾ പോലും ഇവിടെ ഒരു ഇത്തരത്തിലൊരു സ്കാനിംഗ് സെൻറ്റർ കൊണ്ടുവരാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. ഈ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അങ്ങനെ ഒരു സോണോളജിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ പോസ്റ്റ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. PSC മുഖാന്തരമൊക്കെ തന്നെയും എടുക്കുന്നൊരു കാര്യമാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലാത്തത് ബുദ്ധിമുട്ട് അതിവിടെ ഉണ്ട് എന്നതാണ്. അങ്ങനെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് 7 വർഷം മുമ്പ് ഒരു യൂണിറ്റ് ഒക്കെ തന്നെയും സ്കാനിങ് ഉപകരണമൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിൻ്റെ പ്രവർത്തനം പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ സോണോളജിസ്റ്റിന്റെ ഒരു ഇല്ലായ്മ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ മനസ്സിലാകാത്ത കാര്യം ആശുപത്രികളിലെ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ അവിടെയുള്ള ഡോക്ടേഴ്സിനും അതുപോലെ അധികൃതർക്കുമൊക്കെ നല്ല ബോധ്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ സംവിധാനം ഒരുക്കിത്തരണമെന്ന് ആരോഗ്യവകുപ്പിനോട് അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നില്ല? അപ്പോൾ ഈ ആശുപത്രിക്ക് ചുറ്റുപാടും കാണുന്ന സ്കാനിംഗ് സെന്ററുകളുടെ ലാബുകളുടെ എണ്ണം കൂണുപോലെ മുളച്ചു പൊന്തുന്നു എന്ന് ആലങ്കാരികമായി പറയുന്നത് പോലെ തന്നെയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ നേരത്തെ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 7-8 എണ്ണം കൂടുതലായി വരുമ്പോൾ അത് കച്ചവട സാധ്യത മുന്നിൽ കണ്ട് തുറന്നതാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇനിയുമുണ്ട് പറയാൻ. പലയിടങ്ങളിലേക്കും ഞങ്ങളുടെ പ്രതിനിധികൾ പോകുന്നുണ്ട്. ഞങ്ങൾ സാമൂഹിക ഉത്തരവാദിത്തത്തോടെ ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. ആലപ്പുഴയിൽ ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ വേദന ഇനി ഒരു മനുഷ്യനും ഉണ്ടാകരുത് എന്ന പൂർണ്ണബോധ്യത്തോടെ തിരിച്ചെത്താൻ നമ്മൾ ഇനി പോകുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ്. അർജുൻ കല്യാട് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അർജുൻ കല്യാട്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സ്കാനിങ്ങിനുള്ള സംവിധാനം എങ്ങനെയാണ്? സുജി, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിലാണ് ഇപ്പോൾ ഈ സ്കാനിങ്, അതായത് അൾട്രാസൗണ്ട് സ്കാനിങ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഈ പഴയ കെട്ടിടത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെയുള്ള ഗർഭിണികളും അല്ലാതെ ഈ സ്കാനിങ്ങിനായി എത്തുന്ന രോഗികളും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമാണ് ഇവിടെ സ്കാനിങ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ കെട്ടിടത്തിന് ഇപ്പോൾ സമയം 4:45 കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്തൊന്നും ഈ പറയുന്ന കേന്ദ്രം പ്രവർത്തിക്കുന്നില്ല. താഴിട്ട് പൂട്ടിയ അവസ്ഥയിലാണ്. ഏറ്റവും പ്രധാനമായി ഗർഭിണികൾ മാത്രം 50-ന് മുകൾ ഗർഭിണികൾ ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഘട്ടത്തിലും ഇവിടെ അഡ്മിറ്റാണ്. അതിലും അധികം ഗർഭിണികൾ ഇവിടത്തേക്ക് സ്കാനിങ്ങിനായി എത്താറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു രോഗികൾ കൂടി ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യേണ്ടുന്ന മറ്റു രോഗികൾ കൂടി പല ഘട്ടങ്ങളിലായി ഇവിടത്തേക്ക് എത്തും. അപ്പോൾ രോഗികളുടെ ഗർഭിണികളുടെ എല്ലാം എണ്ണം വളരെ കൂടുതലാണ്. മെഷീൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായ ഒരു വെല്ലുവിളിയായിട്ടുള്ളത് ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമാണ് ഇവിടെ സ്കാനിങ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ
ഡോക്ടർമാരുടെ അഭാവവും പ്രധാനമായി രോഗികൾ അല്ലെങ്കിൽ ഗർഭിണികൾ ഉൾപ്പെടെ പറയുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ സമയം അല്പം കൂടി നീട്ടിക്കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലായി ഈ രോഗികൾക്കും അതുപോലെ തന്നെ ഗർഭിണികളും ഉപകാരപ്രദമാവും. ഈ ഗർഭിണികൾ സാധാരണ ഈ ആദ്യത്തെ 2 മാസത്തിന് മുമ്പ് ഒരു തവണ ചെയ്യണം. അതിന് പുറമെ 8 മാസം കഴിയുന്നതിനിടെ ഒരു തവണ, അതിനുശേഷം പിന്നീട് ഒരു തവണ. ഏതെങ്കിലും തരത്തിൽ ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തുടർച്ചയായി ഈ സ്കാനിങ് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെയുള്ള ഈ ഡോക്ടർമാർ ഉൾപ്പെടെ പറയുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും 50-ലധികം ഗർഭിണികൾ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു 10 മാസത്തിനിടയിൽ ഈ പറയുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ 150 തവണ ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസിന് മാത്രം, ഗർഭിണികൾക്ക് മാത്രം സ്കാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഉച്ചവരെ അടച്ചിട്ടിരിക്കുന്നത്. ഒരു വലിയ വിഷയം തന്നെയാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ കാഴ്ചയാണ് ഇപ്പോൾ അർജുൻ കല്യാട് ചൂണ്ടിക്കാട്ടിയത്. ഉച്ചവരെ മാത്രം സ്കാനിംഗ്, ആവശ്യത്തിന് സ്കാനിംഗ് മെഷീൻ ഉണ്ടെങ്കിലും എല്ലാ രോഗികൾക്കും സ്കാനിംഗ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. നമുക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോകാം. അഷ്കർ അലി കരിമ്പ, ഇതുവരെ കണ്ട ഇടത്തെല്ലാം ദുരിതമാണ്. ഗുഡ് ഈവനിങ്. അഷ്കറെങ്കിലും ദുരിതമില്ല എന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. മഞ്ചേരിയിലെ കാഴ്ച എന്താണ്? സുജിയ, മഞ്ചേരിയിലെ പ്രതിസന്ധിയും ഈ ദുരിതവും ഒക്കെ എന്ന് തീരുമെന്നുള്ളതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. കാരണം എല്ലാ വിഷയങ്ങളിലും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം എന്നും ദുരിതം അനുഭവിക്കുന്ന ഒരു ആശുപത്രിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. ഇവിടുത്തെ സ്കാനിങ്ങിൻ്റെ വിഷയം സമാന സ്ഥിതി തന്നെയാണ്. അഥവാ ഇവിടെ ഉച്ചയ്ക്ക് 2 മണി, ഈ പറഞ്ഞതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമാണ് ഇവിടെയും ഈ സ്കാനിങ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഈ 2 മണിക്കകത്ത് വന്ന് സ്കാൻ ചെയ്ത് പോയെന്നല്ലാതെ അതിനുശേഷം വരുന്ന രോഗികൾക്കൊന്നും ഈ അൾട്രാ സ്കാനിംഗ് ഒന്നും ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യമില്ല. മാത്രമല്ല നിലവിൽ തന്നെ 1 മാസമടക്കം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഒരു ഗർഭിണി എത്തി അവർക്ക് ഒരു അഡ്മിറ്റ് അല്ലാത്ത OP-യിലേക്ക് എത്തുന്ന, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്ന ഒരു ഗർഭിണിയാണെങ്കിൽ 1 മാസമെങ്കിലും മിനിമം കാത്തിരുന്നാൽ മാത്രമേ ഇവിടെ ഒരു സ്കാനിങ്ങിന് ഒരു തീയതിയെങ്കിലും ലഭിക്കൂ. ഇന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ, ഇന്ന് ഇവിടുത്തെ കണക്ക് നമ്മൾ പരിശോധിച്ചപ്പോൾ ഡിസംബർ അവസാനം വരെയുള്ള ഡേറ്റുകളൊക്കെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരാൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ 2025 ഡേറ്റ് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത്രയേറെ ആളുകൾ സ്കാനിങ്ങിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത്. ഇനി അതല്ല എങ്കിൽ അവരെന്ത് ചെയ്യണം? സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകണം. ഇവിടെ എത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭിക്കേണ്ട ഒരു സ്കാനിങ് സംവിധാനത്തിന് പുറത്ത് 1000, 1200, 1400 ഒക്കെ നൽകിക്കൊണ്ട്, അത്തരത്തിൽ പണം നൽകിക്കൊണ്ട് ആ സംവിധാനം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതില്ല. മതിയായ ഡോക്ടർമാരില്ലാത്തത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. 5 ഡോക്ടർമാർ വേണ്ടിയെടുത്ത് ഇപ്പോൾ ഉള്ളത് 2 ഡോക്ടർമാർ മാത്രമാണ്. നിലവിലുണ്ടായിരുന്ന, അവസാനമുണ്ടായിരുന്ന ഒരു ഡോക്ടർ കൂടി പ്രൊമോഷൻ, അസോസിയേറ്റ് ഡോക്ടർ പ്രൊമോഷൻ കൂടിയായി പോയതോടുകൂടി ഇവിടെ ഡോക്ടർമാരില്ല. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇത്തരം ചികിത്സയ്ക്ക് വേണ്ടി ഗർഭിണികളടക്കമുള്ളവർക്ക് പുറത്തുള്ള സ്വകാര്യ ലാബുകളെ ആശ്രയിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. മാത്രമല്ല നിശ്ചിത സമയത്തിനുള്ളിൽ ഇനി ഇത് സ്കാനിങ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗർഭിണിയാണെങ്കിൽ പോലും അവർക്കും സ്വകാര്യ സെൻ്ററിനെ ആശ്രയിക്കണം. അതല്ലാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത്തരമൊരു സർവീസ് അവർക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ 1 മാസമെങ്കിലും മിനിമം കാത്തിരിക്കണം എന്നുള്ളതാണ്. 1 മാസം എന്ന് പറയുന്നത് ഒരു ഗർഭിണിയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അങ്ങനെയുള്ള ആ ദിവസങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തേണ്ട ആ സമയങ്ങൾ ഏതാണ് എന്ന് കൂടി നമുക്ക് നോക്കണം. ഗർഭകാലത്തെ ആദ്യത്തെ 3 മാസം മുതൽ തന്നെ പരിശോധനകൾ, ഭക്ഷണം, മരുന്ന്, ഇതൊക്കെ അമ്മയുടെയും കുഞ്ഞിന്റെയും നിലവിലെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. ചിലർക്ക് പ്രമേഹ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്കാനിങ്ങിനുള്ള ഇടവേളയിലും ഒക്കെ വ്യത്യാസം വരും. നമുക്ക് ഗർഭകാലത്തെ പ്രധാന സ്കാനുകൾ ഏതെല്ലാമാണ് എന്നുകൂടി പരിശോധിക്കാം. നിലവിൽ നമ്മുടെ സംവിധാനത്തിലുള്ള അപാകതകൾ എന്താണ് എന്ന് നമ്മൾ കണ്ടു. ഗർഭകാലത്തെ സ്കാനിങ് നമ്മൾ പരിശോധിക്കുമ്പോൾ 8ാമത്തെ ആഴ്ചയിലാണ് ആദ്യത്തെ സ്കാനിങ് ചെയ്യുന്നത്. 8ാമത്തെ ആഴ്ചയിൽ, അതായത് 2ാമത്തെ മാസം. ഇതിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് 8ാമത്തെ ആഴ്ചയിലെ സ്കാനിലാണ്. 2ാമത്തേത് NT സ്കാനാണ്. 3ാമത്തേത് അനോമലി സ്കാൻ. 4ാമത്തേത് 7ാം മാസം മുതൽ 4 ആഴ്ച കൂടുമ്പോഴുള്ള സ്കാനിങ്. ഇത്രയും സ്കാനിങ്ങുകളാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ സ്കാൻ മുതലുള്ള ഓരോന്ന് നമുക്കെടുത്തൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്കാനിലാണ് ഈ ഗർഭകാലം കണക്ക് കൂട്ടുന്നത്. എന്നായിരിക്കും ഡെലിവറി എന്നതടക്കം ഹൃദയമിടിപ്പ് നിരീക്ഷിക്കുന്നു. ഏകദേശ പ്രസവ തീയതി നിർണ്ണയിക്കുന്നതും ഇതനുസരിച്ചായിരിക്കും. അതൊക്കെ കുഞ്ഞിൻ്റെ അമ്മയോട് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. 2ാമത്തേതാണ് NT സ്കാൻ. NT സ്കാൻ എന്ന് പറഞ്ഞാൽ 11 മുതൽ 13 വരെയുള്ള ആഴ്ചകളിലാണ് NT സ്കാൻ ചെയ്യുക. കുഞ്ഞിന് വൈകല്യമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള സ്കാനാണ് NT സ്കാൻ. അതുപോലെ തന്നെ പ്രധാനമായും അൾട്രാസൗണ്ട് സ്കാനിന് പോകുമ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ 2D സ്കാനാണോ ചെയ്യുന്നത് അതോ 4D സ്കാനാണോ എന്നതൊക്കെ ഈ ഒരു ഘട്ടത്തിലാണ് നിർണ്ണയിക്കുന്നത്. കഴുത്തിനടിയിലുള്ള ദ്രവത്തിൻ്റെ അളവ്, അതാണ് ഈ സ്കാനിൽ കണക്കാക്കുന്നത്. ഹൃദയ സംബന്ധമായ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് കൃത്യമായി NT സ്കാനിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് അനോമലി സ്കാനാണ്. ആ അനോമലി സ്കാനിലാണ് വൈകല്യം കണ്ടെത്തിയില്ല എന്നിപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. അതായത് ടാർഗറ്റ്
ടാർഗറ്റഡ് ഇമേജിംഗ് ഫോർ ഫെറ്റസ് അനോമലീസ് എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം. 18ാമത്തെ ആഴ്ചയിൽ എത്തുമ്പോഴാണ് ഈ അനോമലി സ്കാൻ ചെയ്യുന്നത്. കുഞ്ഞിന്റെ പ്രധാന അവയവങ്ങളുടെയൊക്കെ പ്രവർത്തനം വിലയിരുത്തും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ അവയവങ്ങളൊക്കെ വികാസം പ്രാപിച്ചിട്ടുണ്ടോ, ശാരീരികമായി പൂർണ്ണ വളർച്ചയിലേക്ക് വരുന്നുണ്ടോ കുഞ്ഞ്, സ്ഥാനം എങ്ങനെയാണ്, വൈകല്യങ്ങളുണ്ടോ, ഇതൊക്കെ സൂക്ഷ്മമായി കണ്ടെത്താൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൗൺ സിൻഡ്രോം കുഞ്ഞിനുണ്ടോ, അതൊക്കെ കണ്ടെത്തുന്നത് ഈ സ്കാനിലാണ്. അപ്പോൾ ഈ സ്കാനിലാണ് അപാകത ഉണ്ടായത് എന്നതാണ് ആലപ്പുഴ സംഭവത്തിൽ അവരിപ്പോൾ ആരോപിക്കുന്നത്. അടുത്തതാണ് നമ്മൾ പറഞ്ഞ അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് 24ാമത്തെ ആഴ്ചയിലാണ്. അതിൽ കുഞ്ഞിന് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, വീണ്ടും ചെയ്യുമ്പോൾ പ്രമേഹത്തിൻ്റെയോ അല്ലെങ്കിൽ അമിത BP-യുടെയോ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്കാണ്, പ്രധാനമായും ഗർഭിണികൾക്കാണ് ഈ ഒരു സ്കാൻ ചെയ്യുന്നത്. അടുത്തത് 7ാം മാസം മുതലുള്ള സ്കാനാണ്. 7ാം മാസം മുതലുള്ള സ്കാനിൽ പരിശോധിക്കുന്നതെന്ന് പറഞ്ഞാൽ 4 ആഴ്ച കൂടുമ്പോൾ സ്കാൻ ചെയ്യാനായി ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അങ്ങനെയുള്ള പരിശോധനകളാണ് നടക്കുക. കുഞ്ഞിൻ്റെ പൊസിഷൻ ഉൾപ്പെടെ കുഞ്ഞെങ്ങനെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് ഈ സ്കാനുകളിലാണ്. കുഞ്ഞിന് പ്രമേഹത്തെ തുടർന്നുള്ള അമിതവണ്ണം ഉണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ സ്കാൻ ചെയ്യാനും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്തു വരുന്നത്. എന്നാൽ ഈ സ്കാനിൽ അപാകത സംഭവിക്കുമ്പോഴാണ് കുഞ്ഞ് വൈകല്യത്തോടുകൂടി ജനിക്കുന്നത്. നിർഭാഗ്യവശാൽ ആലപ്പുഴയിലെ കുഞ്ഞ് അങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത്. എവിടെയാണ് അപാകത പറ്റിയത് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് നമ്മുടെ സർക്കാർ ആശുപത്രികളാണ്. ആ സർക്കാർ ആശുപത്രികളിൽ കൃത്യമായ സംവിധാനം ഒരുക്കിയാൽ ഇതിനെ നമുക്ക് മറികടക്കാനും കഴിയും. അതാണ് നമ്മൾ ഇന്ന് ലൈവത്തോണിൽ പരിശോധിച്ചത്. ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്നത് കൂടി നമുക്ക് നോക്കാം. പൊതുജനം സ്പീക്കിംഗ്. പിന്നെ പല പ്രാവശ്യം കംപ്ലൈന്റ് ഉണ്ടായിട്ടുള്ളതാണ് ഈ ഹോസ്പിറ്റലിൽ. ഇത് തന്നെ, ഇതൊക്കെ തന്നെ ചികിത്സാ പിഴവ് തന്നെയാണ്, വേറെ കാര്യം. ഈ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഒരു കുട്ടിയുടെ ഒരു മരണത്തെ സംബന്ധിച്ച് പ്രശ്നം നടന്നത്. പേഷ്യൻസ് ഇവിടെ ആരും വരുന്നില്ല. വരാത്തതിന്റെ കാര്യം തന്നെ ഇങ്ങനെയല്ലേ മറ്റുള്ള ജനങ്ങൾ കേൾക്കണത്. ആരും വരാനില്ല. അപ്പൊ സംഭവം ഇതറിഞ്ഞപ്പോ തന്നെ നമുക്ക് വല്ലാത്ത വിഷമമായി പോയി. പക്ഷെ എന്തായാലും ഇത് ഡോക്ടർമാര് എന്തായാലും സ്കാൻ ചെയ്യുമ്പോൾ റിപ്പോർട്ട് അറിയുമ്പോൾ എന്തായാലും പറയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എപ്പോഴും കംപ്ലൈന്റ് തന്നെ. ഇപ്പൊ ഇവിടെ എത്ര നാളായിട്ട് കംപ്ലൈന്റ് തന്നെ, ഭയങ്കര കംപ്ലൈന്റ് എപ്പോഴും. കേസ് കേട്ട് ഇവിടെ സ്ഥിരമുള്ളതാ, ഇങ്ങനെയുള്ള കംപ്ലൈന്റ് ഉള്ളതായിരുന്നു. ഹോസ്പിറ്റലിൽ ഒരുപാട് കംപ്ലൈന്റ് ഉള്ളതാണ്. ഞാനിതാ ഒരു വെങ്കൊച്ച മരിച്ച ഡയറിയ ഉള്ളത്, പ്രസവം നിർത്താൻ വന്ന് അത് ഇഞ്ചക്ഷൻ എങ്ങാണ്ടെടുത്ത് മയക്ക് മരിച്ചു. ഗർഭിണികളെ നോക്കും, സ്കാൻ ചെയ്യിപ്പിച്ചുള്ള കാശെല്ലാം മേടിച്ചിട്ട് 10ാം മാസം തികയുമ്പം പോയിക്കോ ഭണ്ഡാരത്തിൽ. അപ്പൊ നമ്മള് വെട്ടില് വീണില്ലേ? ഇവരുടെ സ്ഥിരം പരിപാടിയായത്.